മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം. ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. കാട്ടാനകൾക്ക് പുറമെ പുലിപ്പേടി കൂടിയായതോടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാണ്. കാട്ടുകൊമ്പന്മാരടക്കം കാടിറങ്ങി മൂന്നാർ മേഖലയിൽ ഭീതി പരത്തുന്നത് സാധാരണയായി കഴിഞ്ഞു. ഇതിനൊപ്പമാണ് ഇപ്പോൾ പുലിപ്പേടിയും. ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പകൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തോട്ടം തൊഴിലാളികളാണ് പുലിയെ നേരിൽ കണ്ടത്. പിന്നീട് തൊഴിലാളികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. തേയില കൊളുന്തെടുക്കാൻ മാത്രം തൊഴിലാളികൾ എത്തുന്ന ജനവാസമില്ലാത്ത പ്രദേശത്താണ് പുലിയെ കണ്ടത്. മേഖലയിൽ വനം വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. കൊളുന്തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി നമ്മുടെ ഓഫീസിൽ വന്ന് പുലിയെ നേരിട്ട് കണ്ടതായിട്ട് പറയുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ RRT ടീമിനെ വിളിക്കുകയും അതുപോലെ പെട്ടുമടി സ്റ്റേഷൻ സ്റ്റാഫിനെ വിളിച്ച് അവർ രണ്ടുപേരെയും കൂട്ടി രണ്ടായിട്ട് തിരിഞ്ഞ് ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ പരിശോധന നടത്തി. പരിശോധന നടത്തിയതിൽ പുലിയുടെ സാന്നിധ്യം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. പക്മാർക്ക് ഉണ്ട്, സ്കാറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ പരിശോധനകൾ നടത്തും. 20 പേരടങ്ങുന്ന 2 സംഘങ്ങൾ പരിശോധനയ്ക്കുണ്ട്. തോട്ടം മേഖലയിലെ വിവിധ ഇടങ്ങളിൽ മുമ്പ് കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു. വേനൽ കനക്കുന്നതോടെ വന്യജീവി ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കെയാണ് മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യമുണ്ടായത്. അമൃത ന്യൂസ്, ഇടുക്കി.